എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നേരെ എറണാകുളം തൊട്ട് ചേരാനെല്ലൂർ വരെ, അതായത് ലുലുമോൾ തൊട്ട് ചേരാനെല്ലൂർ വരെയുള്ള ഒരു യാത്ര നമുക്ക് നോക്കാം. എന്നിട്ട് അവിടുന്ന് തിരിച്ച് വരുന്ന ആ ഒരു എവിടെയൊക്കെയാണ് നമ്മുടെ വികസനം വന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഓണ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ലെവലിലുള്ള തിരക്കാണ്, ഭയങ്കര തിരക്ക് തന്നെയാണ്. ഏകദേശം ലുലുമാൾ തൊട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ചേരാനെല്ലൂർ ജംഗ്ഷൻ വരെ എത്താൻ കഴിഞ്ഞത് ഏകദേശം 13 മിനിറ്റ്, അതായത് വീഡിയോ 2 കട്ടിങ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം അത്രയും മിനിറ്റാണ് എടുത്തത്. സാധാരണഗതിയിൽ അത്രയും പോലും വേണ്ട എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഇവിടുത്തെ ബ്ലോക്കുകൾ ഇപ്പോൾ നമുക്കൊന്ന് കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ലുലുമോളിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നല്ല തിരക്ക്. നമുക്ക് മുകളിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ അതിൻ്റെ താഴെ മറ്റൊരു ഒരു പാലമുണ്ട്. അതിൽ കൂടെയാണ് എറണാകുളം സൈഡിലേക്കുള്ള വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ബ്ലോക്കൊക്കെ മാറി ഇപ്പോൾ സിഗ്നൽ ഓപ്പണായി കിട്ടിയിരിക്കുന്നു. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ബ്ലോക്ക് മാറി അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് ഇവിടം വരെയാണ് ശരിക്കുമുള്ള ബ്ലോക്ക്. ശരിക്കും എറണാകുളത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ലുലു മാളിൻ്റെ അവിടെ തൊട്ട് നേരെ വൈറ്റില ജംഗ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ജംഗ്ഷനുകളിലാണ് ശരിക്കും. ഇപ്പം ലുലുവിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മൾ പോകുന്നു അമൃതയുടെ സൈഡിലേക്ക്. അതിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ റോഡിന് വീതി കൂട്ടി തുടങ്ങി. പക്ഷേ റോഡ് ടാറിങ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്യുന്ന വീഡിയോകളിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ, അല്ലാതെ യാതൊരു മാറ്റമില്ല. മാറ്റമുണ്ട്, കുഴികളുടെ എണ്ണം കൂടിയെന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. റോഡിനകത്തിൽ കുഴി അടയ്ക്കുന്നത് അൻപേ പരാജയമാണ് എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. കാരണം ഇതൊക്കെ നല്ല ലെവലിൽ ഒന്ന് ടാർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പകുതി കൂടുതൽ ബ്ലോക്ക് മാറും എന്നുള്ളതാണ്. ഇതിനകത്തിൽ തിരക്കിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ കുഴികളാണ് പ്രശ്നമുണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളത് അറിയില്ല. എല്ലാം തീർന്ന് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് എന്ത് ഗുണമാണ്? നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും ഇതിനകത്തുണ്ടാവില്ല ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാനായിട്ട്. അപ്പം ഉള്ള ആളുകൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഭയങ്കര ഡിലേ ആണ്. അത് നമ്മൾ ഈ NH 66 വർക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ദുരവസ്ഥയുള്ള ഒരു ഏരിയയാണിത്. അതായത് ലുലു തൊട്ട് ഏകദേശം ഈ പറഞ്ഞ സ്ഥലം വരെയുള്ള നമുക്ക് അത്രയും ചേരാനെല്ലൂർ വരെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ പാർക്കിംഗ് നടക്കുന്നു എന്നുള്ള അല്ലാതെ കാര്യങ്ങളില്ല. ഇവിടെയൊക്കെ ഒന്ന് വീതി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു കോലം കെട്ടി വെച്ചേക്കുന്ന പോലെ നമുക്കവിടെ ഒരു 2 തൂണും വെച്ച് അതിൻ്റെ മുകളിൽ ഗഡറുകൾ വെച്ചേക്കുന്ന കാലങ്ങളായി കാണാമെന്നുള്ളൂ. ഇവിടെ ഒന്നെങ്കിൽ മണ്ണിട്ടോ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇങ്ങോട്ടൊന്ന് റോഡ് കണക്ട് ചെയ്തൊന്ന് ഓടിച്ചു വിട്ടിരുന്നെങ്കിൽ ഇതിന് പകുതി ഇതായേനെ, ഒരു പരിഹാരമായേനെ എന്ന് പറയാം. ഇത് കുറേ നാൾ ഒരു എന്തോ ശിലാസ്ഥാപനം പോലെ അങ്ങനെ അങ്ങ് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്ത് എറണാകുളം സൈഡിൽ നിന്ന് നേരെ ഗുരുവായൂർ സൈഡിലേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ തൃശ്ശൂർ സൈഡിലേക്ക് പോകുന്ന റൂട്ടിലാണ് നേരെ പോകുമ്പോൾ ഇവിടെ സർവീസ് റോഡ്, അതും ദുരവസ്ഥ തന്നെയാണ്. വലിയ ഗുണമൊന്നുമില്ല, ഭയങ്കര ട്രാഫിക്കാണ്. അതേപോലെ തന്നെ ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്ന് കവർ ചെയ്ത് പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ചെയ്ത് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനിയിപ്പോൾ കോൺട്രാക്റ്റ് കൊടുത്തേക്കുന്നവരുടെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. നേരെ നമ്മൾ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകുമ്പോൾ അവിടെ ഇത്രയും ബ്ലോക്കുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് വാഹനങ്ങളുടെ നീണ്ട നിരയാണെന്നുള്ള. അതല്ല ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു തിരക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം വാഹനങ്ങളുടെ കൂടുതലല്ല, ശരിക്കും കുഴികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതുതന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അതുകൂടാതെ നമ്മൾ ഈ ഒരു പാലത്തിൽ ഒറ്റ വരിയായിട്ട് പോകേണ്ട ഒരവസ്ഥയും വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ലുലുവിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മുമ്പിലേക്ക് ഉള്ള പോക്കാണ്. സർവീസ് റോഡ് നമുക്ക് കാണാൻ കഴിയുന്നു. ശരിക്കും ഇവിടെയൊക്കെ വർക്ക് നേരത്തെ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ള. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ വണ്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് റൈറ്റിലേക്ക് തിരിയാനാണ് നമ്മളെപ്പോഴും നോക്കുന്നത്, പഴയ റോഡിലേക്ക്. പക്ഷേ അങ്ങനെയല്ല, അത് തിരിഞ്ഞ് പോകേണ്ടവർക്ക് മാത്രമാണ്. ഈ സർവീസ് റോഡിലൂടെ നമ്മൾ പോവുകയാണ്. ഈ ഒരു ബസ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു റാഷ് ഡ്രൈവിംഗ് ആണ് എന്നുള്ളത്. പക്ഷേ അതല്ല, ഒരു ആംബുലൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെടുത്ത് നമ്മൾ പെട്ടെന്ന് ഒതുക്കി ഈ വണ്ടിയുടെ പോക്ക് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ബസ്സുകാർ നമ്മൾ ഒരു തെറ്റിദ്ധാരണ, പലപ്പോഴും ബസ്സുകാരൊക്കെ വരുന്നത് അങ്ങനെ ഒരു റാഷ് ഡ്രൈവിംഗ് ആണ്, ഇടിച്ച് തെറിപ്പിക്കും എന്നുള്ള ലെവലാണെങ്കിൽ ഇവരങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. വളരെ പതുക്കെ തന്നെ പോകുന്ന ഒരു ബസ്സായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. വീണ്ടും നമ്മൾ നേരെ പഴയ പാതയിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് നമ്മളത് കാണുകയാണ്. അതിലേക്ക് കയറാനുള്ള പരിപാടികളിലേക്ക് പോവുകയാണ്. അതെ, ഇവിടെ കുഴികളൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കുഴികളുടെ എണ്ണം കാണാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു വാഹനം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം തിരക്കാണ് വരുന്നതെന്നല്ലേ. ഇത്രയൊക്കെ തിരക്കേ ഉള്ളൂ. പക്ഷേ ഭയങ്കരമായിട്ട് ട്രാഫിക് വരാനുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം കുഴികൾ തന്നെയാണ്. അതൊന്ന് അടച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് ടാർ ചെയ്താൽ അത് മാറാവുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്താണേലും 2 സൈഡിലേക്കും ഈ പാലത്തെ കൂടെ തന്നെ ബസ് വരുന്നത്. പഴയ രീതിയിൽ തന്നെ നമ്മൾ പോകുന്നത് കൊണ്ട്
ഇവിടെ ഇച്ചിരി ചെറിയ രീതിയിൽ പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് കുഴിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിലൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ തെറിച്ചു പോകും. അത്രയും കാറിലും ബസ്സിലുമൊക്കെ പോകുന്നവരുടെ നടു ഒടിയാനുള്ള തലത്തിലുള്ള കുഴികൾ ഇതിനകത്തിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അഭിനന്ദനീയാർഹമായിട്ടുള്ള ഒരു വർക്ക് എന്ന് തന്നെ പറയാം. ഇത്രയും നാളെടുക്കുമ്പോഴും ജനങ്ങൾ പൊട്ടന്മാരാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് ഏറെ നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ്. അതായത് ജനത്തിന് ഒരു വിലയുമില്ല. ജനങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുമെന്നല്ലാതെ ആവശ്യമുള്ളിടത്ത് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കാര്യങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളുമായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. റെയിൽവേ ഓവർ ബ്രിഡ്ജിൽ നമുക്കതേ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർ കൊണ്ടുവച്ചിട്ടുണ്ട്. ജുറാസിക് പാർക്കിൻ്റെയൊക്കെ പോലെ ഒരു സ്ട്രക്ചർ നിൽക്കുന്നു എന്നല്ലാതെ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടിമുട്ടിക്കൽ ഇതുവരെയും നടന്നിട്ടില്ല. എന്താണ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു പാലം കൂട്ടിമുട്ടിക്കാൻ നോക്കുമ്പോൾ അങ്ങോട്ട് മാറിപ്പോകുന്നതാണോ? ഇവിടെ ഒരു പണിയും നടക്കുന്നില്ല. ആ ബസ്സിൻ്റെ ഒരു ചാട്ടം കണ്ടല്ലോ, അപ്പോൾ എത്രത്തോളം വലിയ കുഴിയാണ് എന്നുള്ളത് മനസ്സിലായി. അതായത് റെയിൽവേ ഓവർ ബ്രിഡ്ജുമായിട്ട് യാതൊരു കണക്ഷനും വന്നിട്ടില്ല. നമുക്ക് തിരിച്ച് വരുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം. അവിടെ ഇപ്പോൾ പണികൾ നടക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല. കമ്പികളൊക്കെ അതിൻ്റെ പുറത്തിട്ട് അതിന് സ്പാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റോഡ് പോലെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു കണക്ഷൻ വന്നിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നതിനെ. കാരണം ഇപ്പം ഈ ഒരു നിങ്ങളുടെ വീഡിയോ നമ്മൾ കാണാനും ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ട് ഏകദേശം 2-3 വർഷങ്ങളാകുന്നു എന്ന് തന്നെ പറയാം. ഈ പണി തുടങ്ങിയിട്ട് തന്നെ കാലങ്ങളാകുന്നു. പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു ഏരിയയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ താമസം വരുന്നത്? പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളുടെയുമല്ല, ഇത് മെല്ലപ്പൊക്കിൻ്റെ മാത്രമാണ്. അല്ലാതെ പറഞ്ഞ പോലെ മണ്ണിൻ്റെ ലഭ്യത കുറവോ ഇനി തൂണടിക്കുന്നതിന് ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നു, ഇതൊന്നുമല്ല. ഇത് തീർച്ചയായിട്ടും ഒരു എന്താ പറയണേ, ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ തന്നെയാണ്. കുറേ കാലങ്ങളായിട്ട് തന്നെ നമ്മൾ കാണുകയാണ്. ഇതൊക്കെയാണ് അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഏരിയയിൽ അങ്ങനെ കിടക്കട്ടെ. ഇവിടുന്ന് നേരെ മാറി നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളൊന്നും കൂടെ വണ്ടി ഒന്ന് കയറാൻ നോക്കുകയാണ്. പക്ഷേ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കണ്ട ഇവിടെ അടുത്ത വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ്. അത്രയും അവിടുന്ന് വരുന്ന വണ്ടികൾക്കുമൊക്കെ ഈ കുഴി കാരണം ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയാണ്. പൊടി, അതിഭയങ്കരമായിട്ടുള്ള പൊടിയാണ്. നമ്മുടെ റോഡിൻ്റെ സൈഡുകളിലെല്ലാം നമ്മൾ നോക്കാം, മണ്ണും ഒക്കെ ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. അതായത് ഈ മണ്ണൊക്കെ ക്ലീൻ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊന്നും പോകേണ്ട, കേരളത്തിലേക്ക് പുറത്തേക്ക് പോയാലും പല റോഡുകളിലും ഇതേപോലെ മണ്ണും ചെളിയും ഒന്നും കിടക്കാറില്ല. അത് തന്നെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ മണ്ണും ചെളിയും പുല്ലുമൊക്കെ ആയിട്ട് കിടക്കാം എന്നുള്ളത് തന്നെയാണ് എന്നും. അതിന് ഒരുപാട് ഇതൊക്കെ ഉണ്ട്, പുല്ലുവെട്ടലൊക്കെ കാണിക്കാറുണ്ട്. അതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് അറിയില്ല. ആവശ്യത്തിലേറെ പൊടി റോഡിലുള്ളത് കൊണ്ട്. ഇപ്പോൾ നമുക്കിവിടെ പാച്ച് വർക്കൊക്കെ കണ്ടാൽ അറിയാം, ഒരുമാതിരി തുപ്പൽ തൊട്ട് ഒട്ടിച്ചേക്കുന്ന സ്റ്റൈലിലുള്ള പാച്ച് വർക്ക്, അതിലൂടെ പിന്നെയും കുഴികൾ വരുന്നതും ഒക്കെ. ഇതൊക്കെ സ്ഥിരം കാലാകാലങ്ങളെ നമ്മൾ കണ്ടുവരുന്നത് കൊണ്ട് പുതുമയൊന്നും നമുക്ക് തോന്നുന്നില്ല. ഈ ബൈക്കിൽ പോകുന്ന ആളുകളുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സൈഡിൽ കൂടെ വന്നു മറ്റൊരു വണ്ടിയുടെ മുമ്പിലേക്ക് കയറേണ്ടി. ഇത് നമ്മൾ നേരെ കുന്നുംപുറം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയും 2 തൂണുകളിൽ ഗഡറൊക്കെ പിടിപ്പിച്ച് എന്തിനോ വേണ്ടി ഒരു കൊട്ട പോലെ വെച്ചിരിക്കുന്നു. ലെഫ്റ്റിലേക്ക് പോയാൽ അമൃതയാണ്. ഇവിടെയും ഒരു പണിയും കാലങ്ങളായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് മണ്ണ് ഇതിൻ്റെ സൈഡിൽ കൊണ്ടിട്ടിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ് മറ്റേ കുറച്ച് മുമ്പുള്ള കണ്ടതിൽ വെച്ച ലുലുവിൻ്റെ ഫ്രണ്ടിൽ വെച്ചുള്ളതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഇവിടെ വല്ല തെങ്ങൊക്കെ വെച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ പണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഇടാമായിരുന്നു, അല്ലെങ്കിൽ കൊല വെച്ചിരുന്നെങ്കിൽ വാഴയൊക്കെ വെട്ടി പോകാമായിരുന്നു. ഇവിടെയും ഒരു കൺഫ്യൂഷൻ വരും. കണ്ടോ, ഡീവിയേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നോർമലി ഓടിച്ച് വരുമ്പോൾ ആ ഒരു തെറ്റ് വരാൻ ചാൻസാണ്. നമ്മൾ ആ തിരിഞ്ഞ് കയറി പോകുന്നതാണ്. ഇവിടെയും സർവീസ് റോഡ് നല്ല നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീതി കുറവാണ് സർവീസ് റോഡിന്. നമുക്കറിയാം ഇവിടെ കാനയുടെ വർക്കുകളൊക്കെ ഉണ്ട് ഇനി നടക്കാനായിട്ട്. പക്ഷേ മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 6 വരിക്കുള്ള അടുത്ത് എല്ലാ കാര്യങ്ങളും സജ്ജമായി വെച്ചിരിക്കുന്നു. പക്ഷേ ഒന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. വലിയ ക്രെയിനുകൾ നമുക്ക് ലോങ്ങിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരമായി കാണുന്നു എന്നല്ലാതെ ഇതിൻ്റെ പണികൾ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കുറച്ച് നാളുകളായിട്ട് മനസ്സിലാവുന്നില്ല. ഇനി ക്രെയിൻ പാർക്കിംഗ് ഏരിയ ആണോ അറിയില്ല. ആ ഒരു ലെവലാണ്. ഇവിടെ 2-3 പില്ലറുകൾ അല്ലെങ്കിൽ പൈലിംഗ് നടക്കാനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിട്ടുയർത്തലല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയാണ് ആ ഒരു പോർഷനിൽ. എന്തെങ്കിലും ആവട്ടെ, മണ്ണ് ഇട്ട് ഉയർത്തുകയോ മണ്ണിൽ അതിൻ്റെ മുകളിൽ കൊണ്ട് കുടഞ്ഞിടുകയോ എങ്ങനെയെങ്കിലും ആവട്ടെ. പക്ഷേ പരിപാടി ഒന്ന് തീർത്ത് കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങളുടെ ദുരിതം ഒന്ന് മാറിയേനെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ കണ്ടേക്കുന്ന എത്ര ദൂരമുണ്ടെന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെടുത്തത് 9 മിനിറ്റാണ് ഈ ഇത്രയും സ്ഥലങ്ങളിൽ വരാനായിട്ട്. ഇനി അങ്ങോട്ടുള്ള പോക്കിന് നമുക്ക് എടുത്ത സമയം ഏകദേശം
3-3.5 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റിനടുത്ത് മാത്രമാണെന്നുള്ളത്. ഇവിടുന്ന് റോഡ് നല്ല വൃത്തിയായിട്ട് 6 വരിയുടെ പരിപാടികൾ. ഇവിടെ ഡേഞ്ചർ എന്ന് പറയാനുള്ളത് ഇങ്ങനെയുള്ള പാർക്കിംഗ് ആണ്. ഇപ്പോൾ പ്രശ്നങ്ങളല്ല, പക്ഷേ ഇങ്ങനെ പാർക്കിംഗ് ഒക്കെ കിടക്കുമ്പോൾ ഇതിലൂടെ സ്ഥിരം വരാത്ത ആളുകൾക്ക് പറ്റുന്നത് ഒരു പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കും ഫ്രണ്ടിലത്തെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, നേരെ പോയി ഇടിക്കും. ഒരുപാട് അപകടങ്ങൾ പണ്ട് മുതലേ നടക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ അനധികൃതമായിട്ടുള്ള പാർക്കിങ്ങിലൂടെ. ഇതൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കണം. വലിയ രീതിയിലുള്ള ഫൈനും കൊടുത്ത് അടിച്ച് ഒഴിവാക്കുക എന്നുള്ളത് തന്നെ. റോഡിലൂടെയുള്ള യാത്രയ്ക്ക് വേറെ ഓപ്പോസിറ്റ് റോഡിൽ വരുന്നവൻ നേരെ വണ്ടിക്ക് വന്നാൽ അവന് മിനിമം 25,000 രൂപയെങ്കിലും ഫൈൻ അടിച്ച് തന്നെ വിടാകുള്ളൂ. ആ ഒരു രീതിയിൽ അങ്ങനെയുള്ള അഹങ്കാരമായിട്ടുള്ള ഡ്രൈവിംഗ് ഇവിടെ തീരണം. അത് മാറി മാന്യമായ രീതിയിൽ, സ്വസ്ഥമായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് ധൈര്യമായ റോഡിലൂടെ പോകാം. ഇന്ന് റോഡിലൂടെ പോകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുമോ എന്നുള്ളത് ഉറപ്പില്ലാത്ത പോക്കാണ്. അത് ഞാനും നിങ്ങളും എന്തിന് ഈ വണ്ടിയിൽ പോകാതെ റോഡിൽ കൂടെ നടക്കുന്ന ആളുകൾക്ക് പോലും അങ്ങനെയാണ്. ഇവിടെ നിന്ന് നമുക്ക് കാണാം നല്ല വിശാലമായ 3 വരി, ഇപ്പുറത്ത് തൊട്ട് 3 വരിയിലും പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പാർക്കിംഗ് യാർഡായിട്ട് അവർ യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ട് അതൊക്കെ ഓപ്പൺ ആക്കുന്നില്ല എന്നറിയില്ല. ട്രാഫിക് ഒരു ഹരമായിരിക്കാം, ട്രാഫിക് കൂടി ഇങ്ങനെ പോകുന്ന ഒരു ഹരം കാണിക്കാനായിരിക്കാം. ഈ ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 6 വരിയുടെയും പണികൾ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡുകളുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം അല്ല, നല്ല ലെവലിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ചേരാനെല്ലൂർ ജംഗ്ഷൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല രസകരമായിട്ട് തന്നെ നമുക്ക് പോകാൻ കഴിയുന്നു. കുറച്ച് നാൾ മുമ്പൊക്കെ നമുക്കൊരു സന്തോഷമായിരുന്നു ഇത് കാണുമ്പോൾ. ഇപ്പോൾ സ്ഥിരം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ പിന്നെയും ഒരു ഡീവിയേഷൻ എടുത്ത് അവിടെ നമ്മളുടെ പാതയിലേക്ക് ഈ പള്ളിയുടെ സൈഡിൽ നിന്ന് കയറി പോവുകയാണ്. സർവീസ് റോഡിലേക്ക് കയറുന്നു. ഇവിടെ പണികൾ നടക്കാനെന്ന് പറഞ്ഞാൽ മണ്ണിട്ടുയർത്താനുള്ള, അതായത് ചേരാനെല്ലൂർ ജംഗ്ഷനിൽ നിന്ന് മണ്ണിട്ടുയർത്തി വരാനുള്ള ആ ഒരു താമസമാണ്. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ തടസ്സമെന്ന് ഇത് കാണുന്ന അധികൃതരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. കാരണം സാധാരണക്കാരെ ഞങ്ങളുടെ വിശ്വാസം ഇതൊക്കെ വളരെ വേഗത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ഒരുപാടടുത്ത് കണ്ടതുമാണ്. ഇവിടുന്ന് കോഴിക്കോട് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ വേഗം. ഇവിടെ മണ്ണിടിച്ചിലോ വെള്ളം കയറുന്ന സ്ഥലമോ ഒന്നുമല്ല എന്നുള്ളത് എടുത്ത് പറഞ്ഞു കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ആലപ്പുഴ സൈഡിലേക്ക് പോയാലും പല സ്ഥലങ്ങളിലും വർക്കുകൾ ഇതേപോലെയുള്ളത് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ എറണാകുളംകാരോടും ഈ റോഡിൽ കൂടെ പോകുന്ന ജനങ്ങളോടുമുള്ള അവഗണന തന്നെയല്ലേ എന്നൊരു ചോദ്യമാണ് ഉയർത്താനുള്ളത്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ഏത് ആളാണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കുക, നമ്മളെല്ലാവരും പോകേണ്ടത് ഇതേ റൂട്ടിൽ കൂടെ തന്നെയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല ഇതിൻ്റെ കാര്യം എന്നുള്ളത്. NHAയുടെ ഈ ഒരു വർക്കുകളിൽ നമ്മൾ ഏറ്റവും മോശം ഏരിയയാണ് എറണാകുളം മുതൽ ഈ പറഞ്ഞ പോലെ ഈ കൊടുങ്ങല്ലൂർ ഭാഗം വരെ ഉള്ളത്. ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ജംഗ്ഷൻ വരികയാണ്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അവിടുത്തെ അണ്ടർപാസിൻ്റെ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് വന്നിരിക്കുന്നു. ഓവർ ബ്രിഡ്ജിൻ്റെ ഏകദേശം ലെവലിൽ മണ്ണൊക്കെ ഇട്ടു. ഇനിയും വർക്കുകൾ തീർത്താൽ മതി എന്നുള്ളതാണ്. ലെഫ്റ്റിലേക്ക് ആസ്റ്റർ മെഡിസിറ്റി 3 കിലോമീറ്ററോളമാണ്. ഇവിടെ ഒരു ബ്ലോക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം ഇവിടെ ഒരു സർക്കിളാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വമ്പൻ സർക്കിൾ ആക്കിയിട്ട് മുകളിലൂടെ വരുന്നവർക്ക് ആസ്റ്ററിലേക്കൊക്കെ പോകാനും അങ്ങനെയൊക്കെയുള്ള ഒരു സൗകര്യം ചെയ്തിരുന്നെങ്കിൽ വലിയ രീതിയിൽ, കാരണം ഇവിടെ നല്ല സൗകര്യമുണ്ട് അത് ചെയ്യാനുള്ളത്. നമുക്കൊരു റൗണ്ട് അബൌട്ട് കേരളത്തിൽ ചെയ്യാൻ എന്താണ് മടി, എന്താണ് അത്? ആരെങ്കിലും വഴക്ക് പറയുമോ ഇതൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നവരെ ജനങ്ങൾ കൂവുമോ എന്നൊക്കെ പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. വലിയ രീതിയിൽ നമ്മൾ കോയമ്പത്തൂരോ ഒക്കെ പോയി നോക്കുക, അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ മതി. ഗൾഫിലോ അമേരിക്കയിലോ ഒന്നും പോയി നോക്കേണ്ട കാര്യമില്ല. അവിടെയൊക്കെ എങ്ങനെയാണ് റോഡിൻ്റെ വികസനം. ഇവിടെ മാത്രം ഒരു റൗണ്ട് അബൌട്ട് വെച്ചാൽ എന്തോ ഒരു വിഷമമുള്ള പോലെ. നമ്മൾ അങ്ങനെയൊക്കെയാണോ? നമ്മൾ എല്ലാവരുടെയും പിന്നിലേ പോകുള്ളൂ, അല്ലെങ്കിൽ കേരളത്തെ ആളുകൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നുള്ള ചിന്തയാണോ നിങ്ങൾക്കൊക്കെ ഉള്ളത്? അറിയില്ല. എന്താണേലും നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ തൃപ്രയാർ, ഗുരുവായൂർ, തൃശ്ശൂർ, കോഴിക്കോടിലേക്ക് പോകാം. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അമൃതയല്ല, ഇവിടെ നമുക്ക് ആസ്റ്ററാണ്. ഈ ആസ്റ്റർ മെഡിസിറ്റിയിലൊക്കെ പോകുന്ന വളരെ വേഗം പോകേണ്ട ആംബുലൻസുകൾക്ക് പോലും ഇതൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏരിയ ആണെന്ന് നമുക്കറിയാം. കാരണം ഒരാളുടെ ജീവൻ ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ മതി നഷ്ടപ്പെടാൻ. അപ്പോൾ ഇവിടെ അതൊക്കെ ഇനിയും എൻ്റെ ഒരു ഐഡിയ ഇതാണ്, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ വേണ്ടത് ഒരു ആംബുലൻസ് വേ എന്നുള്ളതാണ്. പലപ്പോഴും റോഡിൽ വണ്ടി ഒതുക്കുന്നതിന് പകരം ഒരു റൂട്ട് ആംബുലൻസിന് പോകാനുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വേണം. അതേപോലെ തന്നെ ബൈക്ക്, സ്കൂട്ടർ വേ, ഇതൊക്കെ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യങ്ങളുള്ളൂ. ഇത്രയും 6 വരി വരാൻ പറ്റുമെങ്കിൽ അതിനകത്തിൽ ഒരു വരി 2 സൈഡിലൂടെ വിട്ട് കഴിഞ്ഞാൽ ബ്ലോക്കുകളൊക്കെ പമ്പ കടക്കുമെന്നുള്ളത് തന്നെയാണ്. ഐഡിയാസ് തരം, ഫ്രീ ആയിട്ട് എടുത്തോളുക. ഇതിലും നല്ല ഐഡിയ ഉള്ള ഒരുപാട് കാഴ്ചക്കാരുണ്ട്, അവരുടെ ഐഡിയ പോരട്ടെ. ഇങ്ങനെ നമ്മൾ ഒന്ന് തിരിഞ്ഞ് പോരുകയാണ്. അവിടുന്ന് നേരെ തിരിഞ്ഞ് നേരെ എറണാകുളം സൈഡിലേക്ക് ഒന്നും കൂടെ നമുക്ക് വരാം.
എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ പൊടിയും കാര്യങ്ങളുമൊക്കെ ഒന്ന് കാണാമല്ലോ അല്ലേ. അപ്പം ഇവിടെ ചെയ്തിരിക്കുന്നതിലൊരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അണ്ടർ പാസ് നല്ല ലെവലിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു വരികയാണ് കേട്ടോ. ഇവിടെ തിരിഞ്ഞു വരികയാണ്. വീഡിയോ കണ്ടിന്യൂ ആയതുകൊണ്ട് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. തിരിച്ച് ചേരാനെല്ലൂരിൽ നിന്ന് നമ്മൾ യു ടേൺ എടുത്ത് നേരെ എടപ്പള്ളിയിലേക്ക് വരുന്ന കാഴ്ച തന്നെയാണ്. അപ്പോൾ റോഡിൻ്റെ 2 സൈഡും നമുക്കൊന്ന് കാണാം. പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു സൈഡ് മാത്രമാണ് കാണാറുള്ളത്. ഇപ്പോൾ ഇവിടെ ഡ്രെയിനേജിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് നല്ലതാണ്. ഇവിടെ എടുത്തു പറയാനുള്ളത് ഈ മണ്ണും പൊടിയൊക്കെയാണ്. അത് ശരിക്കും ക്ലീൻ ആക്കണം. ഈ ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊടിയാണ് പലപ്പോഴും ഭയങ്കരമായിട്ട് ചെളിയായിട്ടും അല്ലെങ്കിൽ നമ്മൾ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ പൊട്ടിയടിച്ച് ഒരു രക്ഷയില്ലാതായി പോകുന്നു. ഇതൊക്കെ ക്ലീൻ ആക്കാൻ വലിയ പണിയൊന്നുമില്ല. പല സ്ഥലങ്ങളിലും ഇത് ക്ലീൻ ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. അത് സ്ഥിരം അങ്ങ് ഓടിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പിന്നെ റോഡിലൂടെ മണ്ണൊക്കെ കൊണ്ടുപോകുന്നവർ അത് ക്ലീൻ ചെയ്യാനുള്ള ഫണ്ട് കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇത് ലോകത്തെങ്ങും നടക്കാത്ത പരിപാടിയൊന്നുമല്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് മണ്ണ് ഉയർത്തുന്നതും അറിവോൾ കെട്ടുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ലോറി അവരുടെ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് കയറി പോകാൻ കഴിയുന്നു. തൊട്ട് ഫ്രണ്ടിൽ ഇവിടെ വലിയ ബ്ലോക്കുകളൊന്നുമില്ല. അത്യാവശ്യം പീക്ക് ടൈമിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓണം സീസണിലെ ഒരു പീക്ക് ടൈമിൽ ഈ റോഡിൽ വരാവുന്ന തിരക്കാണ്. റോഡ് മനോഹരമാണെങ്കിൽ ഒരു തിരക്കും ഉണ്ടാവില്ല. ഇനിയും അടുത്തത് നല്ല ഒരു മാസ്റ്റർ പ്ലാനോടെ ശരിക്കും എടപ്പള്ളിയിൽ നിന്ന് ശരിക്കും തുറവൂർ വരെ ഗംഭീരമായിട്ടുള്ള ഒരു റോഡ് ഇതൊക്കെ തന്നെ മതി. പക്ഷേ ഇതിനെ എങ്ങനെ കണക്റ്റ് ചെയ്യാം, അങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ബുദ്ധിപരമായ ചിന്തകളുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ തിരക്കൊക്കെ ഒഴിവാക്കാം. വൈറ്റില ജംഗ്ഷനിലേക്ക് കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് കോമഡി തന്നെയാണ്. പലരും സാധാരണക്കാർ പോലും വർഷങ്ങൾക്ക് മുമ്പ് അതെങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുമില്ലാതെ ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ വലിയ വർക്കുകളായി കാണിക്കുന്നു. ഇപ്പോൾ സൈഡും ഒക്കെ പൊളിച്ച് വീതി കൂട്ടാനൊക്കെ വലിയ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിലൊക്കെ എന്ത് മാറ്റം വരാനാണ്? ഒരു യു ടേൺ എടുക്കാൻ എളുപ്പമാണ്. ഇവിടെ റോഡ് നമുക്ക് കാണാം. തിരിച്ചു പോകുമ്പോൾ നല്ല വെടിപ്പായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മൾ വന്ന വഴി തന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ 3 വരിയിലൂടെ പോകുന്ന കാഴ്ച. ഇവിടെയും ഏകദേശം നമുക്ക് ഇങ്ങോട്ട് വന്നതിനേക്കാൾ കുറച്ചും കൂടെ സമയം കുറവാണ് ഈ ഒരു പോക്കിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ. ഒരേ സ്പീഡിൽ തന്നെ നമ്മൾ വരുന്നു. പ്രത്യേകിച്ച് സ്പീഡ് വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. ഇവിടെയൊക്കെ പണികൾ നടക്കാനുണ്ട് ഈ ഒരു പോർഷനിലേക്കായിട്ട്. വളരെ കുറഞ്ഞ വർക്കുകൾ തീരാനേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വീണ്ടും നമ്മൾ കുന്നുംപുറം ജംഗ്ഷൻ്റെ അടുത്തേക്ക് എത്തണം. അതായത് കുന്നുംപുറം ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്കുള്ള ആ ഒരു പോക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വീണ്ടും നമ്മൾ 6 വരിയിലെ ഒരു 3 വരിയിലേക്ക് പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറം ഇപ്പുറമൊക്കെ ഒരു രക്ഷയും ഇല്ലാത്ത പാർക്കിംഗ് ആണ്. എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടിട്ടാൽ പോരെ. ഇതൊക്കെ അധികൃതർ ആരെങ്കിലും ഒരു ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള അനധികൃത പാർക്കിങ്ങിൽ ആരെങ്കിലും വണ്ടി കൊണ്ട് ഇടിച്ച് ചത്താൽ ഒരു കുഴപ്പവുമില്ലേ എന്ന ചോദ്യമാണ്. അല്ലെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം, അവനവൻ്റെ സുരക്ഷ അവനവൻ നോക്കട്ടെ. നാട്ടുകാരുടെ സുരക്ഷയ്ക്ക് ഉള്ളതല്ലേ ആദ്യം ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് ആദ്യം ഒന്ന് നോക്കുക. ഇങ്ങനെയുള്ള അനധികൃത പാർക്കിങ്, ഇങ്ങനെ റോഡിലെ കുഴി, ഇതൊക്കെ ഒരാളുടെ ഓടിക്കലും ഒരു ഡ്രൈവിംഗ് കൊണ്ടല്ല, അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ ജീവൻ എടുക്കാൻ കെൽപ്പുള്ള സംഭവങ്ങൾ തന്നെയാണ്. തൊട്ട് അപ്പുറത്ത് നമുക്ക് വീണ്ടും കാണാം ഇവിടെ പൈലിംഗ് നടക്കുന്നത്. വലിയ വലിയ എക്യുപ്മെൻറ്റ്സ്, JCB കാര്യങ്ങളൊക്കെ നടക്കുന്നു. വലിയ ക്രെയിനുകളൊക്കെ തന്നെ നടക്കുന്നു. ഇവിടെ സർവീസ് റോഡിൻ്റെ പരിപാടികളൊക്കെ നല്ലതായി തന്നെ നടക്കുന്നു. ഇനിയും ഈ പറഞ്ഞ പോലെ ദേശീയപാത ഓരത്ത് ഇതേപോലെയുള്ള കെട്ടിടങ്ങൾ പാടില്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. പക്ഷേ കേരളത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെ പോകുക എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ പറയാം. അവർ പറയുന്നതൊക്കെ ശരിയാണ്. ഇത്രയും വീതി നമുക്ക് നാളെ ഒരു 8 വരി ആക്കണമെങ്കിൽ പിന്നെയും ഒഴിപ്പിക്കാനും പ്രശ്നങ്ങളും ഇതിൻ്റെ 4 ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ പോരെ. കുറച്ചും കൂടെ 6 വരി എടുക്കുമ്പോൾ കുറച്ചും കൂടെ സ്ഥലം ഏറ്റെടുത്ത് 8 വരിക്കുള്ളത് എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കില്ലേ? ഈ ഒരു ഫ്ലാറ്റ് തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം റോഡിനോട് വളരെ ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ഏകദേശം നിൽക്കുന്നത്. ഒരു 2 വരിയും കൂടെ കൂട്ടിയാൽ അത് പൊളിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ അത്രയും അലവ് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇത് നമ്മൾ കുന്നുംപുറം ജംഗ്ഷനിലെ അണ്ടർ പാസിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. റൈറ്റിലേക്ക് തിരിഞ്ഞാൽ, അതായത് എടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു അണ്ടർ പാസേജിലൂടെ കയറി കഴിഞ്ഞാൽ അമൃതയിലേക്ക് പോകാനാണ്. പക്ഷേ ഈ അണ്ടർ പാസേജ് ഒന്നും തുറന്നിട്ടും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടൊരു റൗണ്ട് എടുത്ത് പോകണം. ഇവിടെ ഇപ്പോൾ കുറച്ച് മണ്ണൊക്കെ മാന്തുന്നുണ്ട് ഇതിനടിയിലായിട്ട്. അതൊക്കെ ഒരു പക്ഷേ ഇപ്പം തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു പരിപാടി ആയിരിക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇതിനടിയിൽ കൂടി ഒരു അണ്ടർ പാസേജ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും പണിയില്ല. അല്ലെങ്കിൽ ഇവിടെ റൗണ്ട് അബൌട്ട് ഇട്ടാൽ പോരായിരുന്നു എന്നുള്ള ചോദ്യമായിരുന്നു ശരിക്കും വേണ്ടിയിരുന്നത്. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ
വീണ്ടും നമ്മൾ സർവീസ് റോഡിൽ കൂടെ വേണമെങ്കിൽ പോകാം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റെയിൽവേ ഓവർ ബ്രിഡ്ജ്, എടപ്പള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് മാത്രം പോയി എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പഴയ റോഡിലേക്ക് നമ്മൾ കയറുകയാണ്. പഴയ റോഡിലേക്ക് കയറുമ്പോൾ ഇപ്പോൾ തിരക്ക് നമുക്ക് കാണാം. തിരക്ക് കുഴികളൊക്കെ ഒന്ന് സൂക്ഷിച്ച് നിങ്ങൾക്ക് നോക്കി പോകാം. ഈ വഴിയിലൂടെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായും രാത്രിയിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക. നമ്മളെ കാത്ത് വീട്ടിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്, കൂട്ടുകാരിയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്ക്. അപ്പം നമ്മൾ സൂക്ഷിച്ച് യാത്ര ചെയ്യുക. കാരണം നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത്രത്തോളം കുഴികൾ ആണ് ഇവിടെ നമുക്ക് കാണുന്നത്. ആരോട് പറഞ്ഞാലും ആര് പറയാൻ, പലർക്കും പല ന്യായങ്ങളിലൂടെ പോകാം, ജനങ്ങളിൽ തന്നെ പല ന്യായങ്ങൾ പോകാം എന്നുള്ളതാണ്. റോഡുകൾ എന്താണേലും നികുതി പണം കൊണ്ട് തന്നെ ഓടുന്നതാണ്. ഞാനും നിങ്ങളുമൊക്കെ അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതിൽ നമ്മുടെ അവകാശമാണ് റോഡുകൾ നല്ല ലെവലിൽ കിട്ടുക എന്നുള്ളത്. ആരെയാണ് ഭയക്കേണ്ടത്, ആരോടാണ് പറയേണ്ടത്, ഇതൊക്കെ നമ്മൾ ആദ്യം ചിന്തിച്ച് നോക്കുക. എന്താണേലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കാവുന്ന കാര്യമുള്ളൂ. റോഡുകളെല്ലാം തന്നെ നല്ലതായിരിക്കണം, യാത്രയ്ക്ക് അനുയോജ്യം. അതിനുള്ള ടാക്സുകൾ, ഒരു വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ കൊടുത്തിട്ട് ആണ് പോകുന്നത്. അല്ലാതെ ടാക്സൊക്കെ അടയ്ക്കാത്തവരാണെങ്കിൽ അവർ ഈ കുഴിയിൽ ചാടുകയോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അല്ലാതെ പോകുന്നവർക്കൊന്നും അങ്ങനെ പോകേണ്ട കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ നിങ്ങൾ കമൻസിലൂടെ ഒന്ന് ചർച്ച ചെയ്യാനുള്ളതാണ്. ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനിലൂടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കാരണം അല്ലേ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ തിരിച്ച് നമ്മൾ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഒരു 13 മിനിറ്റ് 14 മിനിറ്റ് എടുത്ത ഈ ഒരു യാത്രയ്ക്ക് 5 മിനിറ്റിൻ്റെ താഴെ മതിയായിരിക്കാം എന്നുള്ളതാണ്. ഇനി അതൊരു റോഡൊക്കെ നല്ല സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കുറവ് സമയം എടുത്തതെന്ന് പറയുക. ഇതിലെന്താണേലും ഒരാൾക്കൊരു 60 മുകളിൽ അല്ലെങ്കിൽ ഒരു 50 മുകളിലൊക്കെ പോകണമെങ്കിൽ അവൻ്റെ വണ്ടിയുടെ സസ്പെൻഷനും സാധനങ്ങളൊക്കെ പോകും. ഇനി ഒരു ബൈക്കിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അവൻ പിടിച്ചിരുന്നില്ലെങ്കിൽ നിലത്ത് പോകുമെന്നുള്ളതാണ്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള കുഴികളാണ്. മാവേലിയൊക്കെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ചങ്ക് പൊട്ടിപ്പോകും. കേരളം ഭരിച്ചിരുന്ന മാവേലി മന്നന്, മാവേലി തമ്പുരാൻ, ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹം വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. പണ്ട് ദേ മാവേലി കൊമ്പത്ത് അങ്ങനെയുള്ള കാസറ്റൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ കുഴികളിലേക്ക് കേട്ടിട്ടുണ്ട്. അന്ന് ഇതിൻ്റെ വ്യാപ്തിയൊന്നും നമുക്കറിയില്ല, കൊച്ചു കുട്ടികളൊക്കെ ആയിരുന്നതുകൊണ്ട്. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് ഒരു വലിയ ക്രെയിൻ നിൽക്കുന്നു. അപ്പോൾ ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജും ഈ റോഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നു എന്നുള്ള പ്രതീക്ഷയാണ്. മാക്സിമം വാഹനത്തിൻ്റെ ക്യാമറയിലൂടെ നമ്മൾ ഒന്ന് ശ്രമിക്കുകയാണ്. ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു പച്ച കളറിൽ കമ്പിയൊക്കെ അവിടെ കിടക്കുന്ന കാണാം. അപ്പോൾ ഈ കണക്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ്. അത് കണക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത കുരുക്കിന് ഒരു പരിധി വരെ ഇതാകാം. ഇവിടുത്തെ പ്രധാനമായി ഞാൻ കണ്ടേക്കുന്ന തടസ്സങ്ങൾ, ഒന്ന് ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ ആ ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ അണ്ടർപാസ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് അതിന് കണക്ട് ചെയ്യാനുള്ളൊരു ഏരിയ, ലുലു മാളിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് ഏരിയകൾ മര്യാദയ്ക്ക് ടാർ ചെയ്യുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത് കുന്നുംപുറം ഈ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ്, തൊട്ടടുത്തുള്ള എടപ്പള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജ് നല്ല ലെവലിലാക്കുക. രണ്ട് സൈഡും തുറന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറയും. നെക്സ്റ്റ് ആയിട്ടുള്ളത് കുന്നുംപുറം ജംഗ്ഷനിൽ, അതായത് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഭാഗത്തുള്ള അണ്ടർപാസേജ് അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് എന്ന് വിളിക്കാവുന്നിടത്ത് മണ്ണിട്ട് ഉയർത്തി അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആണ് ഏകദേശം പണി തീരാനുള്ളത്. പിന്നീട് ചേരാനെല്ലൂർ പാലം, ചേരാനെല്ലൂരിലേക്ക് എത്തുന്ന ആ ഒരു സ്ഥലത്തേക്കുള്ള പാലം, ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഗംഭീര തടസ്സമായി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൗണ്ട് ചെയ്താലറിയാം, കാലങ്ങളായി 1-2 വർഷമായിട്ട് ഏറ്റവും പ്രശ്നമുണ്ടാകുന്നത് ഈ 4 ഏരിയ ആണെങ്കിൽ ഇതെന്തുകൊണ്ട് നമുക്ക് ചെയ്ത് തീർത്തുകൂടാ? ഇതൊക്കെ ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന് വെറുതെ പറയാൻ പറ്റുമോ? എന്നെങ്കിൽ ഇത് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്ന ടീമിനെ മാറ്റി പുതിയ കോൺട്രാക്റ്റ് ആരാണെങ്കിലും അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് ചെയ്യിക്കാം. ഇതൊക്കെ വന്നേക്കുന്ന ബിഗ് ഹ്യൂജ് കമ്പനീസാണ്. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല. ഇതിൻ്റെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ളിടത്ത് ഇതൊക്കെ വളരെ കൂളായിട്ട് ചെയ്തെടുത്ത് ഈ എറണാകുളത്ത് മാത്രം പോകാൻ, എറണാകുളം എന്താ കടിക്കാൻ വരുന്നുണ്ടോ ഇവരെ? അതാണ് ചോദിക്കാനുള്ളത്. പിടിച്ച് കടിക്കുമോ? അതാണ് നമുക്ക് എടുത്ത് ചോദിക്കാനുള്ള കാര്യം. എന്തായാലും വളരെ വേഗത്തിൽ നടക്കട്ടെ. കാരണം ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുമായി സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ശബ്ദമായിട്ട് തന്നെയാണ് നമ്മളിതിലൂടെ വരുന്നത്. കാരണം ഒന്ന് വീട്ടിലേക്ക് എത്തണമെങ്കിൽ, ഒരത്യാവശ്യത്തിന് പോകണമെങ്കിൽ ഈ ഒരു ഏരിയയിലൂടെ പോകുന്നത് അത്ര ദുഷ്കരം തന്നെയാണ്. വെറുതെ എറണാകുളത്തിന് ട്രാഫിക്കാണ് എന്ന് പറഞ്ഞ് പോകുന്നതിനേക്കാൾ നല്ലത്, എറണാകുളത്ത് അത്ര വലിയ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ഓണം സീസണിൽ ഒരു പീക്ക് ടൈമിൽ നമ്മൾ കാണുന്ന തിരക്ക് അതിൽ 90% വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, റോഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്, വാഹനങ്ങളുടെ പെരുപ്പം കൊണ്ടല്ല എന്നുള്ളത്. വീണ്ടും നമ്മൾ സർവീസ് റോഡിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നീറ്റായിട്ടുള്ള സർവീസ് റോഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പണികളെല്ലാം തീർന്നു. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ലുലു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മുമ്പിലുള്ള അത്ഭുത കാഴ്ച. രണ്ടും ഏറ്റവും കൂട്ടിമുട്ടാതെ ഒരു സാധനം കുറേ നാളുകളായിട്ടൊരു തൂണിൻ്റെ പുറത്ത് നിൽക്കുന്നു.
അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പകുതി കൂടുതൽ തിരക്കൊന്ന് കുറയുന്നതാണ്. ഇനിയും നമ്മൾ നേരെ ലുലുവിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കണം, ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത സ്ഥലമാണ്. പക്ഷേ എന്നിരുന്നാലും ശ്രദ്ധിക്കണം, പലപ്പോഴും ആളുകൾ, അതായത് ഇവിടെയുള്ള ആളുകളല്ല, അല്ലാത്ത ആളുകൾക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എങ്ങോട്ട് തിരിയണം എന്നൊക്കെ. ഇതിപ്പോൾ നമ്മൾ പഴയ റോഡിലേക്ക് കണക്ട് ചെയ്യാം, നേരെ സർവീസ് റോഡിലൂടെ അവിടെ വരെ ചെല്ലാം. ഇപ്പോൾ ഈ ഒരു കാറൊക്കെ എടുക്കുന്ന, അതായത് പലരും പല മെൻറ്റാലിറ്റിയിലും അല്ലെങ്കിൽ വലിയ നമ്മൾ അറിയുന്നില്ല, പലരും ശ്രദ്ധിക്കാതെയൊക്കെ വാഹനം എടുക്കുന്നു. അത്രയൊക്കെ ഇവിടെ വലിയ പ്രശ്നങ്ങളായിട്ട് കാണുന്നുള്ളൂ. എന്താണേലും ഈ ഒരു സർവീസ് റോഡിലൂടെ നമ്മൾ പാരലൽ റോഡും നമുക്ക് കാണാം, പഴയ റോഡിലൂടെയും പോകുന്നതിനകത്തിലൊക്കെ തിരക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഭീകര തിരക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാനുള്ളത്. ഇതിനകത്തിൽ ഈ ബാക്കിയുള്ള അധികൃതരെ മാത്രമല്ല, റോഡിലൂടെ വാഹനം ഓടിക്കുന്നവനും ഒന്ന് ചിന്തിക്കണം. ഈ കുത്തിക്കയറ്റാതെ ഇപ്പോൾ ഈ വാഹനം പോകുന്നു, അതിൻ്റെ പുറകെ നമ്മൾ പോകുന്നു, അതിൻ്റെ പുറകെ അടുത്ത വാഹനം വരുന്നു. ഇവിടെ നമുക്ക് നേരെ പോകാൻ പറ്റും. ഇതിനിടയിലൂടെ ഒരുത്തം കുത്തിക്കയറ്റുകയോ അല്ലെങ്കിൽ ഒരു സൈഡ് ചേർത്ത് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കുകൾ ഉണ്ടാവും. അപ്പോൾ 1 ലൈൻ അല്ലെങ്കിൽ സിംഗിൾ ലൈൻ നമ്മളൊന്ന് ചിന്തിക്കുക. തിരക്കില്ലാതെ നമുക്ക് കയറി പോകാൻ പറ്റും. ഇനി 4 വരി അല്ലെങ്കിൽ 2 വരിയിൽ സ്ഥലമുള്ളിടത്ത് അങ്ങനെ കയറി പോവുക, കുത്തിക്കയറ്റിൽ കുറയ്ക്കുക, അതൊക്കെ ചെയ്യുന്നതായിരിക്കും ബ്ലോക്ക് കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നത് വാഹനം ഓടിക്കുന്നതിൻ്റെ തകരാറ് കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ്. എവിടെയെങ്കിലും സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ബൈക്ക് മുതൽ ഹെലികോപ്റ്റർ വരെ അതിനിടയിൽ കുത്തിക്കയറ്റാനുള്ള പരിപാടിയുണ്ട്. ഇവിടെ ബസ്സാണേലും ലോറി ആണേലും ഒക്കെ അങ്ങനെയുള്ള പരിപാടികൾ തന്നെ നടത്തുന്നു എന്നുള്ളതാണ്. ശരിക്കും ലൈൻ ട്രാഫിക് ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച്, നമുക്കിപ്പോൾ മെട്രോ കാണാം മുകളിൽ കൂടെ വരുന്നത്, അതിൻ്റെ തൊട്ട് താഴെ പാലത്തിൽ കൂടെ വാഹനങ്ങൾ ഈ പറഞ്ഞ പോലെ പോകുന്നത് കാണാം. കലൂരല്ല, നേരെ എടപ്പള്ളിയിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നത് കാണാം. അങ്ങനെ 2 സൈഡിലേക്കും പോകാം. ഇതിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റില ജംഗ്ഷനാണ്. ലെഫ്റ്റ് ഫ്രീ ആണ്. ഇവിടെ അത്യാവശ്യം വീതിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം പോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു യാത്ര നമ്മൾ ഒരു യു ടേൺ എടുത്ത് വരുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യുക.